പിയാസുനിൽ, ഗുഡ് ഈവനിങ് പിയാസുനിൽ. ഇപ്പോൾ ഇത് വിവാദം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇൻറ്റീരിയം സ്റ്റേക്ക് വേണ്ടിയിട്ട് പോയി, പക്ഷേ ഇൻറ്റീരിയം സ്റ്റേ അനുവദിച്ചില്ല. പക്ഷേ അപ്പോഴും അവരുടെ പ്രയർ എന്ന് പറയുന്നത് 2018 മുഷ്താഖിൻ്റെ വിധി, ജസ്റ്റിസ് മുഷ്താഖിൻ്റെ വിധിയുണ്ട്. ആ വിധി അനുസരിച്ച് സാങ്കേതികമായി യൂണിഫോമിൻ്റെ കാര്യത്തിൽ സ്കൂളിൻ്റെ നിലപാട് നിയമപരമായി ശരിയാണ്, അത് അനുവദിച്ച് കിട്ടണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇപ്പോൾ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റാൻ രക്ഷിതാവ് തീരുമാനിക്കുന്നു. അത്യന്തം നിർഭാഗ്യകരമായ സാഹചര്യം. ഇതിൽ കുട്ടിക്ക് അനീതിയോ എന്നുള്ളതാണ് ചോദ്യം. പിയാസുനിൽ, നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ തുടക്കം നമ്മൾ പരിശോധിക്കണം. എവിടെ നിന്നാണ് ഹിജാബ് വിവാദം തുടങ്ങുന്നത്? 2022 കർണാടകത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ഒരു വലിയ വിഷയമായി ഉയർന്നു വരുന്നു. കർണാടകത്തിൽ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടികൾക്ക് നേരെ, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നേരെ അവിടെ ഹിന്ദു സംഘടനകളുടെ പെട്ട വിദ്യാർത്ഥി സംഘടനകളിലെ കുറെ ചെറുപ്പക്കാർ വലിയ പ്രതിഷേധമുണ്ടാക്കുന്നു. അത് പിന്നീട് കർണാടകത്തിലെ വലിയൊരു പ്രതിഷേധമായൊക്കെ തന്നെ മാറുന്നു. പിന്നീട് അന്നത്തെ കർണാടകത്തിലെ BJP സർക്കാർ സംസ്ഥാനത്ത് കർണാടകത്തിൽ ഹിജാബ് നിരോധിക്കുന്നു. അങ്ങനെയാണ് ഹിജാബിന് നിരോധനം വരുന്നത്. ഹിജാബ് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുന്നത്. പിന്നീട് ഈ കേസ് കർണാടക ഹൈക്കോടതി പരിശോധിച്ചു. പിന്നീട് അത് സുപ്രീം കോടതിയിൽ വന്നു. ഒടുവിൽ സുപ്രീം കോടതി സ്കൂൾ മാനുവൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചു. ഹിജാബ് മതവിശ്വാസത്തിന്റെ ഭാഗമല്ല എന്നാണ് സുപ്രീം കോടതി അന്ന് വിധി പറഞ്ഞത്. ഏതായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ ഒരു വിവാദം ഉയർന്നു വന്ന ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കണം. ഏതാണ്ട് 2020 മുതൽ 2021 കടന്ന് ഏതാണ്ട് ഒരു വർഷത്തിലധികം നീണ്ട ഒരു കർഷക സമരം ഉണ്ടായിരുന്നു ഡൽഹിയിലെ സിംഗു അതിർത്തിയിൽ. അങ്ങനെ ഒരു വർഷത്തിലധികം നീണ്ട ഒരു കർഷക സമരം നടന്നു. രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു കർഷക സമരമായിരുന്നു. ആ സമരത്തിന് മുന്നിൽ നരേന്ദ്രമോദി സർക്കാരിന് 3 കാർഷിക നിയമങ്ങളും, അന്ന് വിവാദമായ 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കേണ്ടി വന്നു. ആ സമരത്തിന് മുൻപിൽ നരേന്ദ്രമോദി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ ആ കാലത്തുണ്ടായ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. 2020 ഹാത്രസിൽ നടന്നിട്ടുള്ള ഒരു ബലാത്സംഗ കൊലപാതക കേസ്. അവിടുത്തെ ഠാക്കൂർ സമുദായത്തിൽപ്പെട്ട കുറെ ചെറുപ്പക്കാർ ഒരു ദളിത് പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം. അത് ഉത്തർപ്രദേശിൽ രാഷ്ട്രീയമായി, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഠാക്കൂർ സമുദായക്കാരനായതുകൊണ്ട് തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള വലിയ രാഷ്ട്രീയ വാദങ്ങൾ ഉയർത്തി. അതൊക്കെ രാഷ്ട്രീയമായി BJPയെ പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യം. അതിനൊപ്പമാണ് കർഷക സമരം ഉയർത്തിയ ഭീഷണി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് കർണാടകത്തിൽ നിന്ന് 2022 ഫെബ്രുവരി മാസത്തിൽ ഹിജാബ് എന്നുള്ളൊരു വിവാദം ഉയർന്നു വരുന്നത്. അത് വലിയ ചർച്ചയാകുന്നത്. ആ വർഷമായിരുന്നു ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരുപക്ഷെ കർണാടകത്തിൽ എത്രത്തോളം അത് വിവാദമായോ അത്രത്തോളം അത് UPയിൽ ആളിക്കത്തിക്കാൻ അന്ന് BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഹിജാബ് വിവാദം കർണാടകത്തിൽ ഉയർന്നു വന്നു എന്നതിന്റെ ഉത്തരം അന്ന് ഉത്തർപ്രദേശിൽ വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അവിടെ പ്രതിഫലിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വേണം നമ്മൾ കേരളത്തിലേക്ക് നോക്കാൻ. കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ, ഒരു ശിരോവസ്ത്രം ധരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനിയോട് അവിടുത്തെ സ്കൂൾ മാനുവൽ അനുസരിച്ച്, സ്കൂൾ ചട്ടം അനുസരിച്ച് യൂണിഫോം ധരിച്ചെത്തണം, ഈ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല, ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നു. അതൊരു വലിയ വിവാദമായി മാറുന്നു. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നു. മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഹിജാബ് മാറ്റിവെക്കണം, അല്ലെങ്കിൽ അത് അഴിച്ചു മാറ്റണം എന്നുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടിനോട് യോജിപ്പില്ല എന്ന ഒരു തീരുമാനമെടുക്കുന്നു. ഇക്കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് സർക്കാർ നോട്ടീസ് അയക്കുന്നു. അക്കാര്യത്തിലൊക്കെ തന്നെ വളരെ ശക്തമായി സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം വളരെ പക്വമായി പ്രതികരിച്ചു എന്നുകൂടി ഞാൻ പറയും. കാരണം ഈ വിഷയത്തെ ഒരു മതപരമായ വിഷയമായി ആളിക്കത്തിക്കാൻ പ്രതിപക്ഷവും തയ്യാറായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ തന്നെ വളരെ പക്വമായാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും പിന്നീട് ഇപ്പോൾ ഹൈക്കോടതിയിലെത്തി. ഏതായാലും സർക്കാർ തീരുമാനം ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. സ്കൂളിന് ഒരു തിരിച്ചടിയായിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഈ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ഇനി ഈ ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ പോകാൻ പോകുന്ന സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതിയിൽ തീർച്ചയായും 2022 സുപ്രീം കോടതി വിധികൾ ചേർത്ത് വെച്ചായിരിക്കും സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുക. സ്വാഭാവികമായും സ്കൂളിന്റെ യൂണിഫോം ചട്ടം കർശനമായി പാലിക്കണം എന്നൊക്കെയുള്ള വിധിയായിരിക്കാം ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. അപ്പോൾ ഗംഭീരമാകും കാര്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും നമ്മൾ ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. അതായത് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ മുസ്ലിം മതം എന്നു മുതലാണോ ഉണ്ടായിരുന്നത്? 7ാം
നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്ന ആ ഒരു മുസ്ലിം മതങ്ങൾ ആ ഒരു കാലത്ത് തന്നെ ഏതാണ്ട് കേരളത്തിലും 7-ാം നൂറ്റാണ്ട് കാലത്ത് കേരളത്തിലും ഈ മുസ്ലിം മതങ്ങൾ ഉണ്ടായി എന്ന് ചരിത്രകാരന്മാരൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത്രയും കാലം മുമ്പ് മുസ്ലിം സമുദായം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിട്ടും അറേബ്യൻ രാജ്യങ്ങളിലെ വസ്ത്രധാരണ രീതിയോട് അതുപോലെ പൊരുത്തപ്പെടുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഒരിക്കലും കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം സമുദായങ്ങൾ മാറിയിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എന്നു മുതലാണ് ഈ ഹിജാബും അല്ലെങ്കിൽ ഈ പർദ്ദയും ഒക്കെ തന്നെ വളരെ നിർബന്ധമാകുന്ന ഒരു കാലം നമ്മുടെ കേരളത്തിൽ ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കും. ഒരു 10, 15, 20 വർഷം മുമ്പ് ആരെങ്കിലും ഇതുപോലെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളൊക്കെ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ മുസ്ലിം ആണോ, ഹിന്ദു ആണോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണോ എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിർബന്ധമാകുന്ന വളരെ കർശനമാകുന്ന ഒരു കാലം കൂടി വരികയാണ്. അപ്പോൾ ഹിജാബിനെ എതിർക്കുന്ന ഒരു പക്ഷം ഒരു വശത്ത് ശക്തമാകുമ്പോൾ അതിൻ്റെ മറുവശത്ത് ഹിജാബുകളുടെയും പർദ്ദകളുടെയും എണ്ണം കൂടി വരുന്ന ഒരു രാഷ്ട്രീയം കൂടി നമ്മളിവിടെ തിരിച്ചറിയണം. അതുകൂടി അപകടകരമായ ഒരു രാഷ്ട്രീയമാണെന്നൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. മലബാർ കലാപത്തെ RSS പറയുന്നത്, സംഘപരിവാർ പറയുന്നത് അതൊരു മുസ്ലിം സമരം എന്നാണ്. അത് മുസ്ലിം സമരം ആണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു രാഷ്ട്രീയം എന്നത്. അപ്പോൾ ആ ഒരു അപകടകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചറിയണം. കേരളം എന്ന് പറയുന്നത് നമ്മൾ നവോത്ഥാനത്തിൻ്റെ മണ്ണാണെന്ന് പറയും. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ഒക്കെ തന്നെ വലിയ പോരാട്ടം നടത്തിയ ഈ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയ മണ്ണാണ് കേരളത്തിൻ്റെത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ആയി എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ഇന്നത് മതങ്ങളുടെ സ്വന്തം നാടായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിൽ നടന്നിട്ടുള്ള ഈ സംഭവം ഇതുപോലെ വലിയ വിവാദമായി മാറുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും വലിയൊരു വിഷയമേ അല്ല. ഇതൊരു സാധാരണ ഒരു സംഭവമായി മാറേണ്ട ഒരു സാഹചര്യത്തെ ഇതുപോലെ ആളിക്കത്തിച്ചു കൊണ്ടുവന്നത് ഇതിന് പിന്നിലെ 2 രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹിജാബിനെ എതിർക്കുന്ന രാഷ്ട്രീയവും ഹിജാബിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കേരളത്തിൽ നടക്കുന്നത്. ആ 2 രാഷ്ട്രീയവും കേരളത്തിൽ അപകടകരമാണ്. ഞാൻ പറയട്ടെ, വിശ്വാസത്തിന്റെ ഭാഗമായി ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നതും തെറ്റ് തന്നെയാണ്. ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ, കാനഡയിലും UK-യിലും ഒക്കെ തന്നെ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ തേടി ഞാൻ കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റോറികൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ UK-യിലും കാനഡയിലും ഒക്കെ തന്നെ പഠിക്കുന്ന കുട്ടികളെ, ഒരുപാട് മുസ്ലിം കുട്ടികൾ കേരളത്തിൽ നിന്ന് വന്ന് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ പഠിക്കുന്നുണ്ട്. അവിടെ അവരൊന്നും പർദ്ദയും ഹിജാബും ഒന്നും ധരിക്കുന്നില്ല. വളരെ സ്വതന്ത്രരായാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവരുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇത് അവരുടെ വീടുകളിൽ, അവരുടെ വിശ്വാസത്തിൽ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായും അപകടകരമായ സാഹചര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഈ കുട്ടിക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2 ഇടങ്ങളിൽ നിന്നും നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. Meet the editors.